ഇനി ഇപ്പോൾ വരുന്ന ഒരു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. കണ്ണൂരിൽ ബാങ്ക് ജീവനക്കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അടുത്തുല സ്വദേശിനി ടി.കെ. ദിവ്യയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അമൽനാഥ് ചേരുന്നു. അമൽനാഥ്, ഈ മരണകാരണം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ലിബീഷ്, ഇന്ന് രാവിലെയോട് കൂടിയാണ് 37-കാരിയെ ഭർത്തു വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അടുത്തുള്ള സ്വദേശിനി ടി.കെ. ദിവ്യയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിലവിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയങ്ങാടി പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെയും പുരോഗമിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ, ഇന്നലെ രാത്രി 11 മണിക്കും ഇന്ന് രാവിലെ 7 മണിക്കും ഇടയിലാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ പോലീസ് വീട്ടിലുള്ളവരെയും ഒപ്പം തന്നെ അയൽവാസികളെയും ഒക്കെ അവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്ത് കാരണത്താലാണ് ഈ ഒരു മരണത്തിലേക്ക് ഈ യുവതിയെ നയിച്ചതെന്നുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തതകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു മറുപടി. വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ എന്തെങ്കിലും പ്രകോപനമാണോ അതോ പുറത്തുനിന്നുള്ള പ്രശ്നങ്ങളാണോ എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ കൈമാറാൻ പോലീസ് നിലവിൽ തയ്യാറാകുന്നുമില്ല. നിലവിൽ ഇപ്പോൾ ഈ ബോഡി പെരിയാരം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. മാടായി കോഴിബസാർ SBI ബാങ്ക് ശാഖയിലെ ജീവനക്കാരിയാണ് മരണപ്പെട്ട ടി.കെ. ദിവ്യ. ഇന്ന് രാവിലെയോടുകൂടി ഭർത്തു വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ലിബീഷ്. ശരി അമൽനാഥ്, കണ്ണൂരിൽ ബാങ്ക് ഉദ്യോഗസ്ഥയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അടുത്തുല സ്വദേശിനി ടി.കെ. ദിവ്യയാണ് മരിച്ചത്. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും അമൽനാഥ്.